ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി അരിയൊന്നും അരക്കാതെ നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടൊരു മട്ടൻ ചോപ്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് വെള്ളപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത കപ്പിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കപ്പി കാച്ചെടുക്കുക എന്ന് പറയും കേട്ടോ. അതൊന്ന് കുറുക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കുമ്പോഴേക്കും ഇത് കുറുകി വന്ന് തുടങ്ങും കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കപ്പി കാച്ചെടുത്തതും കൂടി ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയതായിട്ടുള്ളത് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണയാണ് കേട്ടോ. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്കൊരു 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം നമുക്ക് മട്ടൻ ചോപ്സ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് കുക്കറിലേക്ക് 1/2 കിലോ മട്ടൻ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1 സവാള കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 5 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ മട്ടൺ അനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസമൊക്കെ വരും. ആ ഒരു സമയം ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ഉലുവ, പിന്നെ 4 ഏലക്ക, പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് മല്ലിയാണ് കേട്ടോ. പിന്നെ പട്ട ഉണ്ടെങ്കിൽ പട്ടം കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അരച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് 1 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വന്ന് തുടങ്ങിയാൽ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 തക്കാളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് കുരുമുളകൊന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
ഇനി ഇതിൻ്റെ എല്ലാം പാടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം എന്തായാലും ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പുണ്ടല്ലോ, തേങ്ങയുടെ ഒക്കെ, അത് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ തക്കാളിയും പൊടികളൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം പാടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച മട്ടനും കൂടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ മട്ടനും കൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതാ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള മട്ടൻ ചോപ്സ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അങ്ങനെ അത് അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് പൊന്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പം തയ്യാറാക്കിയെടുക്കാം. ഇനി വെള്ളപ്പച്ചട്ടിയിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നാൽ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അടുത്ത വെള്ളപ്പം ഇതുപോലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ മട്ടൻ കറിയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കെ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പി അതുപോലെ തന്നെ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.